നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുരുമുളക് കൃഷി പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നും കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. കുരുമുളക് കൃഷിക്ക് വായു സഞ്ചാരമുള്ള ഭാഗികമായി മാത്രം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണം. ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർന്ന മണ്ണ് നടീലിന് അനുയോജ്യമാണ്. മണ്ണ് നല്ല വായു സഞ്ചാരമുള്ളതും ഇളക്കമുള്ളതുമായിരിക്കണം. കുഴിയെടുത്ത് അതിൽ തൈ നടണം. തൈയുടെ ചുവട്ടിൽ സൂഡോമോണസ് വിതറുന്നത് വേരുകൾക്ക് നല്ലതാണ്. തൈ നട്ട് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ വളങ്ങൾ ഒന്നും നൽകേണ്ടതില്ല. കാരണം ഈ സമയത്തിനുള്ളിൽ വേരുകൾ ശക്തമായി വളരും. ഈ കാലയളവിന് ശേഷം ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഇടയ്ക്കിടെ നൽകണം. രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മണ്ണിൽ വായു സഞ്ചാരം ഉറപ്പാക്കാനും മണ്ണ് ഇളക്കത്തോടെ നിലനിർത്താനും കരിയിലയും ചകിരിത്തൊണ്ടും വിതറുന്നത് നല്ലതാണ്. ആവശ്യാനുസരണം വെള്ളം നൽകണം. എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണം. ഇലപ്പേനുകൾ, സാധാരണ കീടങ്ങളും ചീയൽ, പെട്ടെന്നുള്ള വാടിപ്പോകൽ തുടങ്ങിയ രോഗങ്ങളും കുരുമുളക് ചെടികളെ ബാധിക്കും. ജൈവ കീടനാശിനികളോ കുമിൾനാശിനികളോ ഉപയോഗിച്ച് കീടബാധകളെ നിയന്ത്രിക്കേണ്ടതാണ്. കുരുമുളക് മണികൾക്ക് മഞ്ഞ നിറം വന്നു തുടങ്ങുമ്പോൾ വിളവെടുക്കാം. വിളവെടുക്കുന്ന കുരുമുളക് സിമൻറ്റ് തറയിൽ നിരത്തി ഉണക്കണം. കാലാവസ്ഥയെ ആശ്രയിച്ച് ഇത് 3 മുതൽ 5 ദിവസം വരെയും എടുക്കാം. പാത്രങ്ങളിൽ അടച്ച് സൂക്ഷിക്കുന്നത് കുരുമുളക് ചീഞ്ഞു പോകാൻ ഇടയാക്കും. ഉണങ്ങിയ കുരുമുളകിൽ നിന്ന് പാകമാകാത്ത മണികൾ, മറ്റ് വേസ്റ്റുകൾ നീക്കം ചെയ്യണം. ഇത് ഗുണമേന്മയുള്ള കുരുമുളക് ലഭിക്കാനും നല്ല വില ലഭിക്കാനും സഹായിക്കും. അപ്പോൾ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ഇത്രയേറെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.